നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ PSG തകർത്ത് ചെൽസി കിരീടം ചൂടിയല്ലോ. സമീപ ഭാവിയിൽ ക്ലബ്ബ് വേൾഡ് കപ്പ് യുവേഫ ചാമ്പ്യൻസ് ലീഗിനേക്കാൾ പ്രധാനപ്പെട്ട ടൂർണമെൻ്റായിട്ട് മാറുമെന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം. പക്ഷേ 4 കൊല്ലത്തിലൊരിക്കലേ ക്ലബ്ബ് വേൾഡ് കപ്പുള്ളൂ. ചാമ്പ്യൻസ് ലീഗ് എല്ലാ വർഷവും ഉണ്ടാവും. അപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ അടുത്ത എഡിഷൻ 2029 ഓൾറെഡി ആ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ചില ടീമുകളുണ്ട്. അതേതൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഓൾറെഡി യോഗ്യത നേടിയ ഒരു ടീം സൗദി അറേബ്യയിൽ നിന്ന് അൽ അഹ്ലിയാണ്. 2025 AFC ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിൽ ചാമ്പ്യന്മാരായതോടുകൂടി അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിന് അവർ യോഗ്യത നേടിയിരിക്കുന്നു. അതുപോലെ ക്രൂസ് അസൂൽ മെക്സിക്കൻ ക്ലബ്ബ് 2025 കോൺകകാഫ് ചാമ്പ്യൻസ് കപ്പിൽ ചാമ്പ്യന്മാരായതോടുകൂടി അവരടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ യോഗ്യത നേടിയിരിക്കുന്നു. പിന്നെ ഫൈനലിൽ തോറ്റ PSG, കാരണം എന്താ, ഈ കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാർ അവരാണ്, അതുകൊണ്ട് അവർ യോഗ്യത നേടിയിരിക്കുന്നു. പിന്നെ ഈജിപ്ഷ്യൻ ക്ലബ്ബായിട്ടുള്ള പിരമിഡ്സ്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഓൾറെഡി അവരും യോഗ്യത നേടിയിട്ടുണ്ട്. ഈജിപ്തിൽ നിന്ന്, അതായത് ആഫ്രിക്കയിലെ കോണ്ടിനെൻ്റൽ ചാമ്പ്യന്മാരെന്ന രൂപത്തിലാണ് പിരമിഡ്സ് ഇപ്പോൾ യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി ടീമുകൾ, ഇതിപ്പോൾ 4 ടീമുകളായുള്ളൂ, ഇനി 32 ടീമുകളിലേക്ക് ബാക്കി 28 ടീമുകളുടെ യോഗ്യത ഉറപ്പാവേണ്ടതുണ്ട്. അത് വരും വർഷങ്ങളിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗും AFC ചാമ്പ്യൻസ് ലീഗും അടങ്ങുന്ന ഈ കോണ്ടിനെൻ്റൽ ടൂർണമെൻറ്റുകളിലൂടെ കോപ്പ ലിബർട്ടഡോറസിലെ ജേതാക്കൾ ഒക്കെയാണ് വരേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം 2025-26 ചാമ്പ്യൻസ് ലീഗ് വിജയികൾ, 2026-27 ചാമ്പ്യൻസ് ലീഗ് വിജയികൾ, 2027-28 ചാമ്പ്യൻസ് ലീഗ് വിജയികൾ, അതുപോലെ മറ്റ് കോണ്ടിനെൻ്റുകളിലെ വിജയികളെല്ലാം കൂടി ചേർന്നിട്ടാണ് 2029 അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കേണ്ടത്. അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ വെന്യൂ എവിടെയായിരിക്കുമെന്ന് ഫിഫ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അധികം വൈകാതെ പ്രഖ്യാപനം വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.